മനു മാടപ്പാട്ട് കൂടി ചേരുന്നുണ്ട്. മനു, ഏത് രീതിയിലാണ് ഇവിടെ ഈ ചടങ്ങുകളൊക്കെ കണ്ട്? നിരവധി ആളുകളാണ് ഈ ചടങ്ങുകളൊക്കെ കാണാനുള്ളത്. എത്ര മനോഹരമാണ് ഈ കാഴ്ചയല്ലേ? തീർച്ചയായും ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ഈ കൽപ്പാത്തിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ്. കാരണം ഈ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരു വർഷമായി കാത്തിരിക്കുന്നത്. തുലാമാസത്തിലെ ഈ അവസാന 3 ദിനങ്ങളിലെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതൊരു പക്ഷേ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് കണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര രസകരം, അത്ര ഭംഗിയാണ് ഈ ഉത്സവത്തിന്റെ ഈ നിമിഷങ്ങൾക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാന ക്ഷേത്രത്തിൽ നിന്ന്, വിശാലാക്ഷി സമേതനായി നിൽക്കുന്ന വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥം ഇപ്പോൾ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഈ ഗ്രാമവീഥിയിലൂടെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന 10,000-കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് ഒരുപക്ഷെ ഈ ഒരു വർഷം നീണ്ട അവരുടെ കാത്തിരിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇവിടുത്തെ മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ രഥങ്ങളെല്ലാം, അതായത് ചുറ്റുവട്ടത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ തേരുമുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. തേരുമുട്ടി എന്ന് പറയുന്നത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ രഥങ്ങൾ സംഗമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആ പ്രദേശത്തോട്ട് രഥങ്ങളെല്ലാം ഒരുമിച്ചെത്തുമ്പോഴാണ് ദേവരഥ സംഗമം എന്ന് പറയുന്ന ആ ചടങ്ങ് പൂർണ്ണമാകുന്നത്. ഏകദേശം ഒരു ത്രിസന്ധ്യാ സമയമാകുമ്പോഴേക്കായിരിക്കും ആ ചടങ്ങുകൾ നടക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഒരു നാടിന്റെ ഉത്സവം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് മനുഷ്യർ പങ്കെടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായിട്ട് നമുക്കിതിനെ കാണേണ്ടി വരും. കാരണം കൽപ്പാത്തിയിലുള്ള ഓരോ മനുഷ്യർ, അതുപോലെ ബന്ധുവീടുകളിലുള്ളവരാണെങ്കിലും വിദേശങ്ങളിൽ പോയവരാണെങ്കിലും ഒക്കെ, നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ നാട്ടിലേക്ക് വരുന്നത് പോലെ കൽപ്പാത്തിക്കാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നത്, പുറത്തുള്ളവരൊക്കെ മടങ്ങി വരുന്നത് ഈ ദിവസങ്ങളിലാണ്. വന്ന് ഈ രഥോത്സവത്തിന്റെ ഭാഗമായി ദേവരഥ സംഗമം കണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സമയത്തിലൂടെ കടന്നു പോവുക എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഗ്രാമവീഥിയിൽ എന്റെ മുൻപിൽ ഒരു രഥം ഇങ്ങനെ വന്നു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെ വലിച്ചു കൊണ്ടുപോകുന്ന 100-കണക്കിന് ഭക്തരെ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ചുറ്റും കൂടി നിൽക്കുന്ന കൽപ്പാത്തിക്ക് പുറത്തുള്ള നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിശ്വാസവും ആചാരവും സന്തോഷവും ആവേശവും ഒക്കെ സംഗമിക്കുന്ന ഏറ്റവും ശുഭകരമായ സമയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുൻപിലേക്കാണ് ഈ രഥം പോകുന്നത്. ഒപ്പം തന്നെ ഇന്ന് രഥാരോഹണം നടത്തിയ 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ചാത്തുപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രമാണ്. ഒപ്പം തന്നെ ലക്ഷ്മിനാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രം കൂടിയുണ്ട്. ആ 2 ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇന്ന് രഥങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ രഥാരോഹണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചുറ്റുവട്ടത്തുള്ള 3 ക്ഷേത്രങ്ങളാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവിടങ്ങളിൽ നിന്ന് 6 രഥങ്ങൾ, ഈ 3 ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 6 രഥങ്ങളാണ് കൽപ്പാത്തിയുടെ ഗ്രാമവീഥികളിലൂടെ ഓരോ ദിവസവും സഞ്ചരിച്ച്, അതിന്റെ പ്രത്യേകത ഈ സാധാരണഗതിയിൽ വിശ്വാസികൾ ദൈവത്തെ കാണാനായി അമ്പലത്തിലേക്കോ അതല്ലെങ്കിൽ ആരാധനാലയത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദേവസങ്കല്പം പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്റെ ഗ്രാമവാസികളെ, തന്റെ ആളുകളെ ദർശിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഉത്സവത്തിന് നമുക്ക് പറയേണ്ടി വരും. അത് അത്ര സുന്ദരമായി തന്നെ നമ്മളത് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത, നമ്മളൊക്കെ ഒരുപക്ഷെ ടിവിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം, പക്ഷെ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അതിന്റെ ഒരു ആവേശം ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ, ഈ രഥങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ. ഇനി എല്ലാവരും ഒരു കുറച്ച് സമയം കൂടി കഴിയും. ഇപ്പോൾ ഏകദേശം ഈ സന്ധ്യാസമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ആ സമയമാകുമ്പോഴേക്കും എല്ലാ രഥങ്ങളും തേരുമുട്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയ ഒരു നമുക്ക് പറയുന്നതിനപ്പുറത്തേക്ക്, വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവിടുത്തെ ഈ ജനങ്ങൾ എത്തിച്ചേരും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇനി വീണ്ടും നമ്മൾ ഒരു വർഷം ഈ നാട്ടുകാർ കാത്തിരിക്കണം. തുലാമാസത്തിലെ അവസാന 3 ദിനങ്ങൾക്കായി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. എല്ലാവരും യാത്ര പറഞ്ഞു പോകും. വീണ്ടും അടുത്ത വർഷത്തെ രഥോത്സവമാകുമ്പോൾ അവരൊക്കെ തിരികെ വരും. അങ്ങനെ അതൊരു ചാക്രിക പ്രക്രിയയാണ്. അതിങ്ങനെ ഈ നാടിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, അവരുടെ ജീവിതത്തിലും അവരുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രക്രിയയായിട്ട് തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. അതിന് ചരിത്രപരമായ ഒരുപാട്
കാരണങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്. ഇത് രാവിലെ ഇവിടെ വന്ന നിമിഷം മുതൽ തന്നെ ഈ വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ഓരോയിടത്തും കാണാൻ കഴിഞ്ഞത്. പുലർച്ചെ മുതൽ തന്നെ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നു. ദേവസങ്കല്പങ്ങൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്ന്, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വിശാലാക്ഷി സമേതനായി നിൽക്കുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദേവസങ്കല്പങ്ങൾ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ആനപ്പുറത്തേറി ഇങ്ങനെ വരുന്നത് ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. അതിനെ ചുറ്റുവട്ടത്തുള്ള ആയിരങ്ങൾ ഇങ്ങനെ വരവേറ്റു കൊണ്ടുപോകുന്നതൊക്കെ ഏറ്റവും ഈ ഉത്സവത്തിന്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ദൃശ്യമായിട്ട് തന്നെ കാണേണ്ടി വരും. സ്വന്തം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ ഈ തെരുവുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം ഇവിടെ ഈ പാലക്കാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കൽപ്പാത്തിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെയാണ് നീ ഈ തേരുത്സവത്തിന് വരുമ്പോൾ കാണുന്നത് എന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് അവർ അതിനെക്കുറിച്ച് വളരെ ഭംഗിയോടെ, ഭക്തിയോടെ നമ്മളോട് വിശദീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു സമയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മഹാഗണപതി ക്ഷേത്രം, മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് തേര് എത്തി നിൽക്കുകയാണ്. ആ തേര് വലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും തേരുകൾ പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേതനായി നിൽക്കുന്ന വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വരും. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് കൽപ്പാത്തിയിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. കാരണം കാശിയിൽ പോകുന്നതിന് തുല്യമാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതെന്നാണ് വിശ്വാസികളുടെ ഒരു ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യവും അതിന്റെ ഒരു ചരിത്രവും കഥകളും ഒക്കെ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഭക്തർ ഏറ്റവും വിശ്വാസത്തോടെ വന്ന് തൊഴുന്ന ഇടം. ഒപ്പം തന്നെ ഇത് കണ്ടറിയുന്നതിനായി, ഈ സാംസ്കാരിക തനിമ കണ്ടറിയുന്നതിനായി നാടിന്റെ എത്രയോ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യർ. അപ്പോൾ എല്ലാവരും ചേരുന്ന ഒരു വലിയ ഒരു സംഗമമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ഒരിടത്ത് വിശ്വാസികൾക്ക് വിശ്വാസത്തോടെ ദേവരഥ സംഗമം നടക്കുമ്പോൾ അതിന് ചുറ്റുവട്ടത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ്മകൾ ഒരേ മനസ്സോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അവസരമാണ്. ആ അവസരമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ അത് പ്രേക്ഷകരിലേക്ക് അതിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ഏറ്റവും സുന്ദരമായ സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ ഒരു സൗന്ദര്യമെല്ലാം നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ത്രിസന്ധ്യാ സമയത്ത് നടക്കുന്ന ആ ദേവരഥ സംഗമം എന്ന് പറയുന്ന ആ സമയത്താണ്. തേരുമുട്ടിയിൽ നടക്കുന്ന ആ സംഗമത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂടി നിൽക്കുന്ന മനുഷ്യർ, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയ കൽപ്പാത്തിക്കാർ, അവർ കാണാൻ നിൽക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒരു വർഷം നീണ്ട ആ കാത്തിരിപ്പിന് ഒരു അവസാനമാകാൻ വേണ്ടി പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ ചടങ്ങുകൾക്ക് ശേഷം ദേവരഥ സംഗമ ചടങ്ങുകളുടെ പൂജകളും മറ്റും പൂർത്തിയാകുമ്പോൾ പിന്നെ മറ്റൊരു മണ്ഡലകാലത്തിലേക്ക്, മറ്റൊരു വിശ്വാസത്തിന്റെ മറ്റൊരു സമയത്തിലേക്ക് കൂടി കടക്കുകയാണ്. അതും ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു മണ്ഡലകാലത്തിലേക്ക് കിടക്കുന്ന മണ്ഡലമാസം ആരംഭമാണ്. തമിഴ് വിശ്വാസം അനുസരിച്ചാണെങ്കിൽ കാർത്തികയിലേക്ക് കിടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസികൾക്ക് അവരുടേതായ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു സമയമാണ് ഈ തേരുത്സവം രഥോത്സവം എന്ന് പറയുന്നത്. ഈ രഥോത്സവം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെങ്കിൽ പോലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് തുലാമാസം, മലയാള മാസമായ തുലാമാസത്തിലെ അവസാന 3 ദിനങ്ങൾ. ആ 3 ദിനങ്ങളെ 1-ാം തേരുദിനം, 2-ാം തേരുദിനം, 3-ാം തേരുദിനം, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ആ 3 ദിനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 3 ദിനങ്ങളിലാണ് ഈ രഥങ്ങൾ, ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഥങ്ങൾ പുറത്തേക്ക് വരിക. ആ രഥങ്ങളിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വച്ച് ആ വിഗ്രഹങ്ങൾ ഗ്രാമവീഥികളിലൂടെ വന്ന് ഭക്തരെ കാണുന്ന ഒരു മനോഹരമായ ഒരു സമയം. അത് ഈ തീർച്ചയായും അങ്ങനെ ആ മനോഹരമായ നിമിഷത്തിന് വേണ്ടി കൂടിയാണ് ആ ഭക്തരെല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നത്. ഐതിഹ്യവും വിശ്വാസവും ഭക്തിയുമൊക്കെയായി ഇഴചേർന്നു കിടക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ആ കൽപ്പാത്തിയിലെ ഈ രഥോത്സവം. അങ്ങനെ ദേവന്മാർ എഴുന്നള്ളുന്ന തേരുകൾ വലിക്കാൻ പോലും അവിടെ ആളുകൾ തിങ്ങിക്കൂടുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇനി ദേവരഥ സംഗമത്തിനായി വിശ്വാസികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു. ത്രിസന്ധ്യ നേരത്താണ് അവരെ സംബന്ധിച്ച് ആ പുണ്യമുഹൂർത്തം സംഭവിക്കുകയും ചെയ്യുക.